മന്ത്രിമാർ ഓരോരുത്തരായിട്ടെത്തുന്നു, പാർട്ടി നേതാക്കൾ ഓരോരുത്തരായിട്ടെത്തുന്നു. ഇന്നലെ രാത്രിയിലും അർദ്ധരാത്രിയിലും ശിവൻകുട്ടി അടക്കമുള്ള മന്ത്രിമാരും CPM-ലെ മുതിർന്ന നേതാക്കളും VS-നോടൊപ്പം AKG സെൻറ്ററിലുണ്ടായിരുന്നു. AKG പഠന ഗവേഷണ കേന്ദ്രത്തിൽ നിന്ന് അർദ്ധരാത്രിയോടുകൂടിയാണ് തമ്പുരാൻമുക്കിലെ ഈ വീട്ടിലേക്ക് VS-നെ എത്തിക്കുന്നത്. ഇപ്പോൾ മന്ത്രിമാരും എത്തിയിട്ടുണ്ട്. VS-ൻ്റെ പല പല കഥകളും നമ്മൾ അറിയേണ്ടതുണ്ട്. പുതിയ തലമുറ VS-നെ നേരിട്ട് പരിചയമില്ലാത്തവർ, VS-നെ വായിച്ചിട്ടില്ലാത്തവർക്ക് ഈ VS-ൻ്റെ രാഷ്ട്രീയ കഥ പല ഘട്ടങ്ങളിലായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ വിലാപയാത്രയിലുടനീളം നമ്മൾ അറിയേണ്ട ഒരു VS ഉണ്ട്. കാരണം VS മരിച്ചു പോകുമ്പോഴും VS അവശേഷിപ്പിക്കുന്ന ഒരു പ്രകാശം അത് കെടാതെ സൂക്ഷിക്കാൻ നമുക്ക് കഴിയണം. ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ മരിച്ചാൽ അത് അവസാനത്തെ കമ്മ്യൂണിസ്റ്റുകാരനാണെന്ന് പറയുന്നവരുണ്ടാവും. അതൊരു വലതുപക്ഷ രാഷ്ട്രീയമാണ്. എന്നാൽ VS മരിക്കുമ്പോൾ അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് അല്ല യാത്രയാകുന്നത്. EMS മരിക്കുമ്പോഴും ആളുകൾ ഇത് പറയും, AKG മരിക്കുമ്പോഴും അത് പറയും, നയനാർ മരിക്കുമ്പോഴും അത് ഇത് തന്നെ പറയും, കൊടിയേരി മരിക്കുമ്പോഴും ഇത് തന്നെ പറയും, VS മരിക്കുമ്പോഴും അവർ അത് തന്നെ പറയും. പക്ഷേ ഒരു കമ്മ്യൂണിസ്റ്റ് മരിക്കുമ്പോൾ 1000 കമ്മ്യൂണിസ്റ്റുകാർ അതിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുന്നു എന്നതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രം. അതുകൊണ്ടാണ് ഓരോ തുള്ളി ചോരയിൽ നിന്നും 1000 പേരുണരുന്നു എന്ന് ആ വിപ്ലവ ഗാനം ഉണ്ടാവുന്നത്. VS ഒരു വലിയ തിരിയായി പടരണമെന്നുണ്ടെങ്കിൽ VS-ൻ്റെ കഥ അറിയണം. VS-ൻ്റെ കഥ കേൾക്കുമ്പോഴാണ്, VS എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ ബോധ്യം നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകുമ്പോഴാണ് VS-നൊരു തുടർച്ചയുണ്ടാവുന്നത്. 2 ഇടങ്ങഴി വായിച്ച VS-ന് ആ ജീവിതം കുട്ടനാട്ടിലെ കർഷകരുടെ ഇടയിൽ നിന്ന് ഒപ്പിയെടുക്കാൻ സാധിച്ചിരുന്നു. അന്ന് VS കുട്ടനാട്ടിൽ കർഷകരെ സംഘടിപ്പിക്കുന്ന കാലം, കുട്ടൻ എന്ന് പറയുന്ന ഒരു ചെത്തുതൊഴിലാളി മുകളിൽ നിന്ന് വീണു മരിക്കുന്നു. നേരത്തോട് നേരം കഴിഞ്ഞിട്ടും കുട്ടനെ അടക്കാൻ അവിടുത്തെ ജന്മി ദുഷ്പ്രഭുക്കൾ തയ്യാറാകുന്നില്ല. ഒടുവിൽ ആ കുട്ടൻ്റെ ശരീരം മറവു ചെയ്യാൻ ഭൂമി ആവശ്യപ്പെട്ട് VS-ൻ്റെയും സൈമണാശാൻ്റെയും നേതൃത്വത്തിൽ ഒരു സമരം നടക്കുന്നുണ്ട്. ചെത്തുതൊഴിലാളികളെ സംഘടിപ്പിക്കാൻ വേണ്ടിയുള്ള ആദ്യത്തെ സമരമായിരുന്നു അത്. അതിന് കാരണമാവട്ടെ അന്നത്തെ ജന്മിത്വവും ദുഷ്പ്രഭുത്വവും കുട്ടനാട്ടിലെ കർഷക തൊഴിലാളികളെയും ചെത്തുതൊഴിലാളികളെയും എങ്ങനെയാണ് ബാധിച്ചതെന്ന് VS നേരിട്ട് കണ്ടു. ഒടുവിൽ തടയാൻ വന്ന ജന്മിയുടെ ഗുണ്ടകളോട് 6 അടി അകലെ മാറി നിൽക്കാൻ കൽപ്പിച്ചു VS അച്യുതാനന്ദൻ എന്ന യുവാവ്. ആ തൻ്റെടിയായ ആ ഉശിരുള്ള ചെറുപ്പക്കാരൻ 6 അടി മണ്ണിൽ കുട്ടനെ മറവു ചെയ്തതിനു ശേഷം കുട്ടൻ്റെ കുടുംബം ആ വീട്ടിൽ നിന്ന് ഇറക്കി വിടാതിരിക്കാൻ ആ കുടുംബത്തിന് സംരക്ഷണ കവചമൊരുക്കി അന്ന് VS അച്യുതാനന്ദൻ. അന്ന് തുടങ്ങിയ സംരക്ഷണ കവചമാണ് VS കേരളത്തിന് നൽകിയത്. ഇല്ലാതെ പോകുന്നതും ആ സംരക്ഷണ കവചമാണ്. VS അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് അല്ല. നിശ്ചയമായും VS-ൻ്റെ ഓർമ്മയും VS-ൻ്റെ ചരിത്രവും ഒരുപാട് VS-മാരെ, ഒരുപാട് കമ്മ്യൂണിസ്റ്റുകളെ നമ്മുടെ രാഷ്ട്രത്തിനും നമ്മുടെ സമൂഹത്തിനും സംഭാവന ചെയ്യും. അത്രമേൽ ത്യാഗോജ്ജലമാണ് VS-ൻ്റെ ജീവിതം. ഒന്നോർമ്മിച്ചെടുത്താൽ VS-ന് റിപ്പോർട്ടർ TV-യുടെ റെഡ് സല്യൂട്ട്.